ഈ യോഗത്തിൻ്റെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VR കണ്ണനെ ഏറെ സ്നേഹപൂർവ്വം 2 വാക്കുകൾ സംസാരിക്കുന്നതിനായി ക്ഷണിച്ചു. നമ്മുടെ വാഴൂർ ഫാം സ്റ്റേ എന്നൊരു പരിപാടി, അതിനുവേണ്ടി നമ്മളെ എല്ലാവരെയും ഒരു കൂട്ടായ്മയിലൂടെ എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി നമ്മുടെ ഈ യോഗത്തിൽ ഉദ്ഘാടന ക്ലാസ് ചെയ്യാൻ നമ്മുടെ ടൈസൺ മാസ്റ്ററെ ഞാൻ ഈ വേദിയിൽ ോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മിനി ഷാജി, അതേപോലെ തന്നെ നമ്മുടെ സ്വാഗതം പറഞ്ഞ ജയറാം, അതേപോലെ നമ്മുടെ വാർഡ് മെമ്പർമാരായ അശോകൻ, പിന്നെ രേഷ്മ ബിബി, മറ്റിവിടെ കൂടിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ. ഈ ഫാം സ്റ്റേ ഇങ്ങനെ ജയറാം പറഞ്ഞു ഇങ്ങനെ സംഗതി ഉണ്ട്, അതൊന്ന് വന്ന് കാണണം. ഞാൻ 2-3 ദിവസം മുമ്പ് ഇവിടെ വന്ന് കണ്ടു. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷെ എൻ്റെ തൊട്ട് അയൽവക്കമാണ്. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ അവിടെ കൃഷി എന്നൊരു സംഗതി എത്ര ബുദ്ധിമുട്ടിയാലും അതിൽ നിന്നൊരു 5 പൈസ നമുക്ക് നേടാൻ സാധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമുക്ക് തോന്നും കൃഷി ചെയ്യുന്നൊരു മണ്ടത്തരായിട്ട് ചിലർക്ക് തോന്നുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഉദ്ഘാടക പ്രാസംഗികൻ പറഞ്ഞു, നമ്മുടെ ടൈസ്റ്റർമാർ പറഞ്ഞു, ചിലവല്ല, നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം. പ്രത്യേകിച്ച് ഒരു പച്ചക്കറി നമ്മൾ കൃഷി ചെയ്ത് അത് നമ്മൾ വീട്ടിലുണ്ടാക്കി അത് കഴിക്കുന്ന സുഖം വാങ്ങി കഴിക്കുമ്പോൾ കിട്ടാറില്ല. പക്ഷെ പോക്കറ്റ് കണക്കൂട്ടുമ്പോൾ നമ്മൾ ചെയ്യുന്ന കൃഷി നമുക്ക് നഷ്ടമാണ്. കാരണം ഞാനും ചെറുതായിട്ട് കൃഷി ചെയ്ത് നോക്കി. പിന്നെ ജയറാമിനോട് പറഞ്ഞു, ഞാൻ വാഴ വെച്ചു കണക്കൂട്ടി നേന്ത്രവാഴ വെച്ച് കുലച്ച് വന്നപ്പോൾ 1,500 രൂപ ചിലവായി. അധ്വാനം വേറെ. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റും ഈ വാങ്ങി കഴിക്കണതിൻ്റെ ആ ഒരു ടേസ്റ്റ് രണ്ടാണ്. കാരണം പ്രത്യേകമായിട്ട് നമ്മുടെ പരിസ്ഥിതി പറ്റാത്ത പല മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. ആ ഒരു ഗുണം നമുക്ക് സ്വയം ഈ പച്ചന്തുരുത്തിയിൽ ഇതുപോലുള്ള ഫാമുകളിൽ നമുക്ക് കിട്ടും. ഇവിടെ വന്ന് കണ്ടപ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത വേറൊരു സംഗതി എന്ന് വെച്ചാൽ, കിഴക്കൻ പ്രദേശങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ആഴ്ചയിൽ 1 ദിവസം വെള്ളം നിർത്തിയാൽ മതി, നമ്മുടെ പരിസരം നനഞ്ഞിരിക്കും. നമ്മുടെ ഈ തീരദേശം എന്ന് പറയുന്നത് മണൽ പ്രദേശമാണ്. ഇവിടെ കൃഷിഭവനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഉപദേശിക്കുന്നതും കിഴക്കൻ പ്രദേശത്തെ കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയിൽ വരുന്നത്. പക്ഷേ ഈ തീരദേശ മേഖലകളിൽ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ നമ്മളെപ്പോലുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഭംഗിയായിട്ട് നമ്മുടെ ഒരു സഹോദരൻ, അതായത് വാടൂർ അശോക് ഈ ശങ്കർ മാസ്റ്ററുടെയും നമ്മുടെ ടീച്ചർ ഓമന ടീച്ചറുടെയും ഏറ്റവും ഇളയ മകനായി ജനിച്ച ജയറാം ഈ ഒരു രീതിയിൽ വരുമെന്ന് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നി. ആരും വീടുമ്പോൾ കുറേ കാശ് കുറേ ചിലവാക്കി പിന്നെ കാണുന്നുണ്ട് കൃഷി കാര്യങ്ങളൊക്കെ കണക്കൂട്ടുമ്പോൾ ജയറാമിന് മനസ്സിലായി ഇതൊന്നും കിട്ടിയിട്ടല്ല. എന്നോട് പല പ്രാവശ്യം പറയട്ടെ, ഒന്നും കിട്ടിയിട്ടല്ല, പക്ഷെ മനസ്സിനൊരു സന്തോഷം. ആ രീതിയിൽ നല്ല രീതിയിൽ ഞാൻ ചെയ്തു. പക്ഷികളും അതേപോലെ തന്നെ പലരും കുടുംബത്തേക്ക് കുറെ കൊണ്ടുപോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കണക്കൂട്ടുമൊന്നല്ല, പക്ഷെ മനസ്സിനൊരു സമാധാനമാണ്. അപ്പൊ അതോടൊപ്പം തന്നെ വേറൊരു ഗുണങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ഈ ഒരു ഫാം സ്റ്റേ എന്ന് പറയുമ്പോൾ നമ്മുടെ തീരദേശം, അതുപോലെ മുനക്കല്, അതുപോലെ പാലിയം കൊട്ടാരം, അങ്ങനെയുള്ള തീരദേശത്ത് ബന്ധപ്പെട്ട കുറെ ടൂറിസ്റ്റുകളുണ്ട്. അവിടെ വരുന്നവർക്ക് നമ്മുടെ ഈ പച്ചന്തുരുത്തിൽ വന്നിട്ട് ഈ ഫാമിൽ വന്ന് നമുക്കൊരു 3-4 ദിവസം താമസിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ട്രാവലിംഗ് ആയിക്കോട്ടെ, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കും. അപ്പൊ അതിനോടനുബന്ധിച്ച് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ പ്രദേശത്ത് ഇതിനോട് ബന്ധപ്പെട്ട് ഒരു 3-4-5 പേർക്ക് ഒരു തൊഴിലും കൂടിയാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്വന്തം കാര്യം മാത്രമല്ല, നമ്മുടെ സഹോദരന് കയ്യിൽ നിന്നൊന്നും കിട്ടിയിട്ടല്ല, പക്ഷേ 3-4 പേർക്ക് ഒരു തൊഴിലും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ തൊഴിലില്ലാത്ത ഒരു അവസരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് പലർക്കും ഒരു ജോലി എന്നുള്ള വലിയൊരു സഹായ ഗുണമാണ്. പിന്നെ പിള്ളേരുടെ ഫാം സ്റ്റേയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ താമസിക്കുമ്പോൾ ഒക്കെ ചൂണ്ടിടാൻ വെച്ചിരുന്ന പിള്ളേർക്ക് ഭയങ്കര ഇമ്പമുള്ള കാര്യമാണ് ചൂണ്ട. അപ്പൊ അതിനൊരു കുളം തയ്യാറാക്കിയിട്ടുണ്ട്. ആ കുളത്തിലൊക്കെ പണ്ട് മാഷ് പറഞ്ഞ പോലെ നമ്മ കുളം വെട്ടിയിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കുളിക്കാൻ ചാടും. 10-15 പിള്ളേരൊക്കെ ഉണ്ടാവും ആ കാലങ്ങളിൽ കൂട്ടുകുടുംബത്തിൽ. വൈകിട്ട് ആയിരിക്കും നമ്മൾ കുളി കഴിഞ്ഞൊക്കെ കയറാം.
ആ സമയത്ത് നമ്മുടെ കാരണന്മാർ വടിയും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒക്കേത്തിനെ തല്ലി ഓടിക്കും. അത് ആ കാലഘട്ടം അതായിരുന്നു. കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ എത്ര പേരുണ്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. കുളിക്കും, വരും, അടുത്ത കുളം കിടന്ന് അവിടെ പോയി കുളിക്കും. ഇന്നതില്ല. ഇന്നിപ്പോ കൊള്ളത്തിൽ പിടിച്ചിട്ടാ വേറെ വഴിയില്ല. തിരിച്ചു കയറാനുള്ളൊരു സഹായം ഒന്നും കിട്ടുന്നില്ല. പണ്ടത്തെ ഈ ഇരിക്കുന്ന ഒരുവിധ ആൾക്കാർക്ക് നീന്തലും കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാലഘട്ടമായിരുന്നു. ഇന്ന് നമുക്കത് ഓർക്കാന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇന്നും ചുരുങ്ങി നമ്മൾ 3-4-5 സെന്റില് നമ്മൾ പെര പണിത് ഈ പറഞ്ഞ പോലെ 40,000. ശരിയാണ്, സി കെ വളവില് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സി കെ വളവിലെ വീട് 40,000 സ്ക്വയർ ഫീറ്റ് ആണ്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്താണ് ആ രീതിയിൽ വളരുന്നത്. പക്ഷെ ജയറാം ആ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വീടിനെ സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇതൊരു മാതൃകയാണ്. അത് പുള്ളിയുടെ മനസ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മ പലരും ഇവിടെ സംസാരിക്കും, അത് വേണം ഇത് വേണം എന്നൊക്കെ സംസാരിച്ചാലും ചെയ്ത് കാണിച്ചതിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് ജയറാമിന്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ ആ ഫാം സ്റ്റേനെ കുറിച്ച് ജയറാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പുള്ളിയുടെ ഉദ്ദേശങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ബ്ലോക്കിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാം ഞാനും പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. കാരണം മറ്റുള്ളവർക്ക് സംസാരിക്കണം. പിന്നെ നമ്മുടെ ഇതിന്റെ വിപുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജയറാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം എല്ലാവരോടും ഞാൻ ആശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി ശ്രീ വി ആർ കണ്ണൻ. ആശംസകൾ അർപ്പിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് അംഗം രേഷ്മ ബിബിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, ഈ പരിപാടി സ്വാഗതം ആശംസിച്ച നമ്മുടെ ജയറാമേട്ടൻ, പിന്നെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട ടൈസൺ മാസ്റ്റർ അവർ, പിന്നെ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് മെമ്പർ കണ്ണച്ചേട്ടൻ, ആശംസ അറിയിപ്പിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ 20-ാം വാർഡ് മെമ്പർ അശോക് ചേട്ടൻ, അനുജ, നവാസ്, അഷ്റഫ് പുന്നിലത്ത്, നന്ദി അറിയിക്കുന്ന നമ്മുടെ ഏറെ പ്രിയങ്കരനായ കുഞ്ഞിക്കണ്ണച്ചേട്ടൻ, പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ തീരദേശ മേഖലയിൽ ഇതുപോലുള്ളൊരു മനോഹാരിത തീർത്ത് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു സാഹചര്യം ഒരുക്കിയതിലും, പിന്നെ ഇതുപോലുള്ളൊരു പദ്ധതി ഇവിടെ ഫാം സ്റ്റേ എന്നുള്ളൊരു കൊണ്ടുവന്നതിലും ജയറാമേട്ടന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ പരിപാടി വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രേഷ്മ ബിബിൻ. അടുത്തതായി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗം KR അശോകനെ ആശംസകൾ പറയുന്നതിനായി ക്ഷണിച്ചു. അധ്യക്ഷയായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞ കേൾക്കാല ചെറിയ വാക്കല്ലേ പറയുന്നത്, താമസം ഒന്നും കൂടിയില്ല. അപ്പോൾ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ കുടുംബം നമ്മുടെ കിട്ടില്ല ശരി 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 ഓക്കെ, ഞാൻ ഇവിടെ. അപ്പോൾ ഈ വീടും ഇതിന് തൊട്ടപ്പുറത്ത സുമ ടീച്ചറെ വീടുമായിട്ട് വലിയ ആത്മബന്ധമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അമ്മയൊക്കെ ഇവിടുത്തെ ഒരാളായി. ഇതൊരു ജയറാമേട്ടൻ ഒരു ബഹുമുഖ പ്രതിഭയാണ്. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല. ഞാൻ അത്രയധികം കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെങ്കിലും ഒരു കാര്യം ഒരാളെ പറഞ്ഞ് ഫലിപ്പിക്കാനൊരു കഴിവ് നന്നായിട്ട് പറയാൻ എനിക്കറിയില്ല. ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് ഇവിടെ എന്ത് പറയാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു വെളിപ്പായിരുന്നു. അത് എനിക്കൊരു ഇഷ്ടമുള്ളത്. അങ്ങനെ പറഞ്ഞല്ല, അതൊരു വെളിപ്പായി എന്ന് പറഞ്ഞാലും എനിക്കൊരു ഇഷ്ടമുണ്ട്. അത് ഈ ജയറാമേട്ടൻ ഞാനീ പറയുന്ന പോലെ ഒരു ബഹുമുഖ പ്രതിഭ തന്നെയാണ്. പുള്ളി കവിത, കഥ ഒക്കെ രചിക്കുന്ന അതിനൊക്കെ ഒത്തിരി നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതിനൊരു കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. നല്ല ചിന്തകൾ വേണം, നല്ല അന്തരീക്ഷം വേണം. എല്ലാം
ഇണങ്ങി വന്നാലേ അതൊക്കെ നടക്കുള്ളൂ. എഴുതാനും പ്രസംഗിക്കാനൊക്കെ വലിയ പാടാണ്. ഞാൻ പറയും 2:30-3 മണിക്കൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പറയും ഒന്ന് പോയി കിടക്കത് എന്ന് പറയും. അത് പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ പേരൻസിന് അത് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു വലിയ വിഷയം. ഈ കൃഷിയിടത്തിൽ നേരത്തെ കേശവചേട്ടൻ വികാരമായി പറഞ്ഞാലും അതിലൊത്തിരി കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നാടിന് 30 വർഷമായി ജനകീയാസൂത്രണം, അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറയുന്നു. എന്ത് അധികാരം? ഇവിടെ ഗ്രാമസഭ കോറം തവഞ്ഞ സമരം പഞ്ചായത്തിൽ ഒരു പരിപാടി നടക്കാറില്ല. അടിച്ചിട്ടാണ് കോറം തയ്യണ്ടേ 10%. ഞാൻ 4 ദിവസം പാടുണ്ട്. സുനിക്കൊക്കെ അറിയാം. ഞാനൊരു കടത്ത് കഴിക്കാറില്ല. പെര തുടക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ തുടക്കും. കലം കഴുകണമെങ്കിലും നന്നായിട്ട് കഴുകും. വസ്ത്രം കഴുകണമെങ്കിലും നന്നായിട്ട് കഴുകും. ഞാൻ ഈ എൻ്റെ ഷർട്ടിൽ നടക്കുമൊന്നുമില്ല. പേടിച്ച ഞാൻ തന്നെ എഴുതിയതാണ്. അല്ലാണ്ട് ഞാൻ തന്നെ എഴുത്താണ് ഇതൊക്കെ. അപ്പം എന്ത് ചെയ്താലും ഞാൻ എൻ്റേതായ ഒരു രീതിയുണ്ട്. ജയറാമേട്ടൻ അങ്ങനെ ചിന്തിക്കുന്നു എന്ന് തോന്നുമ്പോൾ ആണ് നമ്മുടെ നാട്ടിൽ ഞാനും പടിഞ്ഞാറമ്പല്ലൂരുകാരനാണല്ലോ എന്ന് പറയും. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂരുകാരനാണ്, പടിഞ്ഞാറമ്പല്ലൂർ. ജയറാമനറിയോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പരിചയക്കാരനും അയൽവാസിയും അവരുടെ കുടുംബമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണെന്ന് പറയുമ്പോൾ നമ്മൾ അയാൾ വിശ്വസിക്കുക, അയാളായിട്ട് ചങ്ങാത്തം കൂടാൻ സാധ്യമാവും. ഇതൊക്കെയാണ് ഇതിന് മനസ്സിലാക്കുന്നത്. വേറിട്ടൊരു ചിന്ത ജയറാമേട്ടൻ്റെ ഇതിലുണ്ടായത് നന്നായി വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യാശ. ഇപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളത് ഇവിടെ ഒരു കൃഷി ഓഫീസറുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുകണച്ചേട്ടൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. ഞാൻ ഉദ്യോഗസ്ഥരിൽ എനിക്ക് 60 വയസ്സിൽ കൂടുതലായി. ഈ ഉദ്യോഗസ്ഥരിൽ നേരത്തെ ഈ കേശവചേട്ടൻ പറഞ്ഞാലും ഒരു കഥയുണ്ട്. ഞാൻ സുനിനോട് പറഞ്ഞു, എൻ്റെ ആത്മസുഹൃത്ത് സുനിനോട് ഞാൻ പറഞ്ഞത്, വികാരമല്ലാണ്ട് അത് പറഞ്ഞാൽ നന്നാവുമായിരുന്നു. പുള്ളി പൊട്ടിത്തെറിക്കല്ലേ. അപ്പൊ അത് പോട്ടെ, പോയാലും പോന്നില്ലെങ്കിലും കാര്യങ്ങളല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ നന്നായിട്ടത് പറയണമായിരുന്നു. ഞാൻ പറഞ്ഞ ഈ സാറിൻ്റെ എന്തൊരു അദ്ദേഹത്തിന് സെൻഡ് ഓഫ് കൊടുത്തത് വളരെ ജനകീയമായിട്ട് എല്ലാവർക്കും. അതായത് ഇത്ര നന്നായിട്ട് അന്ന് എൻ്റെ ഒരു അനുഭവം പറയാം. കൃഷി ഓഫീസിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ മറ്റേ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ തരം മാറ്റൽ, ആ തരം മാറ്റലിൻ്റെ സർവേ അത് കൊണ്ടിട്ടുണ്ടല്ലോ. അപ്പം എന്നോട് തരം എന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് പറയണം ആ സർവേ നമ്പറിൽ, എടോ അത് ഫോറം നമ്പർ 6 കൊടുക്കാൻ പറ്റൂല, അത് 5 കൊടുക്കണം എന്ന് പറഞ്ഞ് 5 എന്ന് വെച്ചാൽ മറ്റേ ഭൂമിയായിട്ടില്ല 5 കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളാണ്. അതുപോലെ തന്നെ ഒരു മുഹമ്മദ് സാറുണ്ട്. മുഹമ്മദ് സാറ് പറയും ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഇപ്പോൾ അതൊക്കെയുള്ള പണി. ഈ കേസ് മാറ്റുന്നതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു പണിയൊന്നുമില്ല. പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു പണിയില്ല. കുഞ്ഞുകടച്ചിട്ട ഇത് കമ്മിറ്റി വന്നിട്ട് അഭിപ്രായം പറയാൻ മാത്രമേ ഉള്ളൂ. കേസ് മാറ്റാൻ സഹായിക്കാനും പറ്റില്ല. നമുക്ക് വന്നേക്കല്ലേ സാധനം, ആ പ്രൊസീജിയർ മുഴുവൻ കീപ്പ് ചെയ്തല്ലേ കിട്ടുള്ളൂ. നമ്മ ശുപാർശ പോലെ സുനി എൻ്റെ സുഹൃത്തായിട്ട് അവൻ ചെയ്ത് കൊടുക്കണം. അതിപ്പോ അവിടെ നടക്കൂല, അത് പഞ്ചായത്തിൽ നടക്കൂല മാഡം. അപ്പൊ ഇതാണ് പണി. അപ്പൊ ഇതുകൊണ്ട് എനിക്ക് കാണാവുന്നൊരു കാഴ്ച 2-3 ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ വളരെ ജനകീയമായി ഈ നാട്ടിൽ കൃഷി നന്നായിട്ട് ഈ പണ്ട് ഈ കേശവച്ചേട്ടൻ്റെ അച്ഛൻ പറയും കൃഷി വല എന്ന് വെച്ചാൽ പുള്ളി തന്നെ അർത്ഥം പറയും കൃഷി ചെയ്ത് വലയുന്നവൻ. കൃഷിവലം എന്നാണ് യഥാർത്ഥം മലയാള വാക്കല്ലേ ജനമട്ട കൃഷിവലൻ. അപ്പോൾ ഞാനെന്നും പറയും കുഞ്ഞുകണച്ചേട്ടൻ, ഇത് ക്ലീശ വർത്താനാണ് എൻ്റെ ഒരു ക്ലീശ പറഞ്ഞ തന്നെ. അപ്പോൾ ഞാൻ കുഞ്ഞുകണച്ചേട്ടൻ പ്രിയപ്പെട്ട സുഹൃത്ത് കുഞ്ഞുകണച്ചേട്ടൻ പറയും. അപ്പം ഇത്ര നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പം ഇതിന് നല്ല കറക്റ്റ് ഗൈഡൻസ്, ഡ്രിപ്പ് ഇറിഗേഷൻ, അതുപോലെ ഈ ഫാം ഈ ഗുജറാത്തിൽ ആദ്യമായിട്ട് സാറത് ജയറാം ചേട്ടാ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, ഏത് നൂതന മാർഗം ഇതിലെങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ആളുകളെ ഇവിടെ ആകർഷിക്കാൻ സാധ്യമാകും, അതിലൊക്കെ ഉള്ള ഒരു പുതിയ ചിന്തകളും ജനമണ്ണം സാധിക്കും. പുതിയ ചിന്തകളും പുതിയ പ്രവർത്തനങ്ങളും ഈ സോഷ്യൽ മീഡിയയൊക്കെ എങ്ങനെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗപ്രദമാക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇതിൽ ചിന്തിക്കേണ്ടത്. പഞ്ചായത്തിൻ്റെ സഹായം, പിന്നെ ഈ ഇൻഫ്ര കുറച്ച് കുറവുണ്ട് ചേട്ടാ അല്ലേ. ഇവിടേക്ക് എത്തപ്പെടാൻ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്, അത് നമ്മൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മുടെ അവിടുത്തെ ആളുണ്ട്, ഈ പ്രദേശത്തെ ആള് ഞാൻ പറയുന്നതിൽ കൂടുതൽ ഉണ്ണിക്കുട്ടൻ പറയും. ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, അത് ഉണ്ണിക്കുട്ടനാണ് പറയുക. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എല്ലാ സഹായം ചെയ്യണം.
എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജയിലിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടേക്ക് അശോകൻ മാഷ്ക്ക് ഇവിടെ ഒരു സ്വീകരണം കൊടുക്കുന്ന മോഹൻചേട്ടൻ ഉണ്ടായിരുന്നു വാശേരി. മോഹൻചേട്ടൻ അന്ന് ഞങ്ങൾ റോഡിന് വേണ്ടി എല്ലാ ശ്രമവും നടത്തി അന്ന്. അപ്പം ഞാൻ ഇന്ന് ജയിലിനോട് പറഞ്ഞു, അന്ന് ടീച്ചറാണ് ഒരു നീരസം പ്രകടിപ്പിച്ചത്, ബൈബിൾ ടീച്ചർ. അപ്പം ഇതൊക്കെ പറയേണ്ടതാണ്. അപ്പം നമുക്ക് എനിക്ക് മാത്രം റോഡ്, എനിക്ക് മാത്രം വെള്ളം, എനിക്ക് മാത്രം വെളിച്ചം, എല്ലാവർക്കും വേണം വെളിച്ചം, എല്ലാവർക്കും വെള്ളം വേണം. ഞങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. റോഡ് ഉണ്ടാക്കിയിട്ട് പഞ്ചായത്തിന് വിട്ടു കൊടുക്കാണ്ട് ഈ ഞാൻ മാത്രം റോഡിൽ എല്ലാ റോഡിൽ കൂടി പോകണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ശരിയല്ല. അതൊരു ജനാധിപത്യ രീതിക്ക് ഉതകുന്നതല്ല. അതിലൊക്കെ നമ്മൾ ഒരു നൂതന മാർഗങ്ങളും വലിയ വലിയ ആശയങ്ങളും വലിയ മനസ്സുള്ള ചേട്ടനെ പോലുള്ള ആളുകൾ ഉണ്ടായാലേ അതിന് നമുക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഉണ്ടാകുള്ളൂ. ചേട്ടൻ്റെ ഈ സംരംഭം എന്തുതന്നെയായാലും ഒളിപ്പിക്കുന്നില്ല. ഈ സംരംഭം എന്തുതന്നെയായാലും ദൈവത്തിൻ്റെ, ഞാൻ വലിയ ദൈവവിശ്വാസിയാണ്. ഞാൻ ഒരു ദൈവ ഘടകം എന്ന് വെച്ചാൽ ബിംബാരാധന. ഞാൻ ഗുരുവായൂർ 1 മണി വരെ നിന്നത് കൊടുത്ത് വന്ന ഒരാളാണ് ഈ ഉത്സവത്തിന്. ഞാൻ അത്ര വലിയ വിശ്വാസിയാണ്, എന്നാൽ അന്ധവിശ്വാസിയൊന്നുമല്ല. അത് നല്ല വിശ്വാസിയാണ്. വിശ്വാസത്തിൻ്റെ ഒരു ഘടകനാകും. ചേട്ടന് എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും. എൻ്റെ കുളമൊന്നും തർക്കത്തില്ല ടീച്ചറെ. ഞാൻ 1 വർഷം അടുപ്പിച്ച് തിരുവഞ്ചിക്കുളം അമ്പലത്തിൽ പോയിട്ടാണ് 4 പ്രാവശ്യം ശയന പ്രദർശനം നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. ഒരു ആംഗ്ലീഷ് വല്ലപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് നിനക്ക് ജോലി കിട്ടും, നീ ഒന്ന് ശയന പ്രദർശനം. ഞാൻ ശ്രമിച്ചു, നടന്നില്ല. എന്ന് വെച്ചിട്ട് ഞാൻ ദൈവവിശ്വാസത്തിൽ നിന്ന് പോകുന്നൊന്നുമില്ല, നടന്നൊന്നുമില്ല. ഒരു ഫസ്റ്റ് റാങ്ക് വന്ന് ഒരു 150 റാങ്ക് ഇരിക്കുമെന്ന് എനിക്ക് കിട്ടിയില്ല. എനിക്കൊരു പരിഭവമൊന്നുമില്ല, ദൈവവിശ്വാസത്തിൽ ഞാൻ പോരുന്നില്ല. എന്നാലും ചേട്ടന് ഞാൻ ദൈവവിശ്വാസിയാണ്. ചേട്ടൻ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ. ഈ ഫാം നല്ല നിലയ്ക്ക് നടന്നു പോകട്ടെ. എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ചേട്ടനൊക്കെ വളരെ ജൂനിയറാണ് ഞാൻ, പക്ഷെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. നമസ്കാരം. റിനോൾട്ട് വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം. റിനോൾട്ട്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ അനൂജയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അനൂജ ഒന്നല്ലേ. അടുത്തതായി ക്രിയേറ്റീവ് സ്മാബിയൻസിൻ്റെ കൺവീനർ ഇത്രയും പ്രിയപ്പെട്ട TN നവാസ്യെ ഏറെ സ്നേഹത്തോടെ ആശംസ അറിയിക്കാൻ ക്ഷണിച്ചോളൂ. സ്നേഹമുള്ളവരെ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സ്ഥലം MLA മാഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജി, ബ്ലോക്ക് മെമ്പർ കണ്ണൻ, വാർഡ് മെമ്പർ രേഷ്മ, അശോകേട്ടൻ, അവർക്കൊക്കെ സന്തോഷം അറിയിക്കുന്നു. കൂട്ടത്തിൽ ഈ പരിപാടി വാഴൂർ പച്ചത്തുരുത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജയറാം മാഷാണ്. ജയറാം മാഷെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയുന്നൊരു കാര്യം, കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും സന്തോഷം വേണമെന്നുള്ള ആഗ്രഹവും ഊറി നിൽക്കുന്നൊരു വ്യക്തിത്വം ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒന്നിച്ചിടപെടുമ്പോൾ യാതൊരുവിധ ലാഭനഷ്ടം നോക്കാതെ ആ കാര്യത്തിന് 24 hours ആ പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്ന, മറ്റൊന്നും ആഗ്രഹിക്കാതെ, ചായയും വെള്ളം പോലും കുടിച്ചു നിൽക്കാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന നിരത മാഷുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈ നമ്മുടെ ഫാം മാഷിൻ്റെ പ്രവർത്തനത്തിന് കഴിവുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ വികസിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് സാമ്പത്തിക വികസനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് മാഷ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ളൊരു വികസനം ഇതിലുണ്ടാവുമെന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അടുത്തതായി ഈ ഉദ്ഘാടന സമ്മേളനത്തിന് നന്ദി അറിയിക്കുന്നതിനായി പച്ചത്തുരുത്തിൻ്റെ കോർഡിനേറ്റർ KK കുഞ്ഞിക്കണ്ണൻ ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
ഹലോ, നന്ദി പ്രീതി ടീച്ചർ പറയുമെന്ന് കുഞ്ഞിക്കണ്ണൻ ചേട്ടൻ അറിയിച്ചിരിക്കുന്നു. നന്ദി പറയാനായി പ്രീതി ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം. നന്ദി പറയൽ കുഞ്ഞിക്കണ്ണൻ ചേട്ടനായിരുന്നു, അതിന് പകരം ഇപ്പം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. കൃതജ്ഞത പ്രകാശനം. ആദ്യമായിട്ട് ഈ പച്ചത്തുരുത്ത് ഞങ്ങൾ കളിച്ചു വളർന്ന, ഓർമ്മകൾ ഉറങ്ങുന്ന ബാല്യകാല സ്മരണകൾ ഒട്ടേറെയുണ്ട്. ഞങ്ങളുടെ അമ്മാമ്മ, 10 പേരക്കുട്ടികൾ, അച്ഛൻ, അമ്മ, കുറേ പണിക്കാർ, അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട് ഈ പച്ചത്തുരുത്തിനെ കുറിച്ച് എനിക്ക്. അതൊക്കെ ഞാൻ ഓർക്കാണ്. ഇപ്പോൾ ഈ നന്ദി പ്രകാശനം നടത്തുമ്പോൾ വളരെ സന്തോഷമുണ്ട്, ചിലപ്പോൾ അത് സങ്കടങ്ങളുണ്ട് അതിൽ. ഇതെല്ലാം മിശ്രിതമായിട്ടുള്ള ഒരുപാട് സ്മൃതികൾ എൻ്റെ മനസ്സിലിപ്പം ഇങ്ങനെ ഉണരുകയാണ്. ഈ കൃതജ്ഞത പറയുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ചുമതലയിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ സ്വച്ഛ മനോഹരമായ ഈ പച്ചത്തുരുത്ത്, ഞങ്ങളുടെ വാഴൂർ നമ്മുടെ പച്ചത്തുരുത്ത് ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ ആദരണീയനായ MLA. പല വിധത്തിലും എനിക്ക് മാഷ പരിചയമുണ്ട്. ഞങ്ങളുടെ ക്രിയേറ്റീവ് ഗ്രൂപ്പ് അംഗം കൂടിയാണ് മാഷ്. പല ഞങ്ങളുടെ പെൻഷനേഴ്സ് അസോസിയേഷനിലും അതുപോലെ തന്നെ ഒരുപാട് സാംസ്കാരിക വേദികളിലും ഞാൻ മാഷ് കാണാറുണ്ട്. അമ്മയുടെ സ്റ്റുഡൻ്റ് കൂടിയാണ് മാഷ്. അപ്പോൾ ഈ മാഷ് പോയി, ഉദ്ഘാടനം നടത്തി പോയി. അപ്പോൾ മാഷുടെ അഭാവത്തിലും ആദരണീയനായ ഈ MLA ഏത് പ്രവർത്തനവും സന്തോഷപൂർവ്വം നിർവഹിക്കാൻ എത്തുന്ന ക്രിയേറ്റീവ് ഗ്രൂപ്പിൽ ഒരുപാട് തവണ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഓൺലൈനിൽ, അതുപോലെ കവിതാ പ്രകാശനത്തിനൊക്കെ എന്ത് പറഞ്ഞാലും മാഷ് സന്തോഷം വന്ന് അത് നിർവഹിക്കാറുണ്ട്. അപ്പോൾ ഏറെ ആദരവോടെ നമ്മുടെ സ്ഥലം MLAക്ക് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇനി അടുത്തത്, ഇവിടെ നമ്മുടെ ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ണിക്കുട്ടന്, ജയറാമിന് ഒരുപാട് എഗിരി സുഹൃത്തുക്കളുണ്ട്. അവർ ബാക്കി ഉദ്യോഗസ്ഥരെ പോലെയല്ല, അവർ ആത്മബന്ധമാണ് അവർ തമ്മിലുള്ളത്. കുറേ കാലം അവർ ഒന്നിച്ച്, ഇപ്പോഴും അവർ കൊല്ലത്തിലൊരിക്കൽ കൂടും. അപ്പോൾ ജയറാമിൻ്റെ ഒരു എഗിരി സുഹൃത്തായ ഉമ്മറാണ്. ഉമ്മർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ജോയിൻറ്റ് ഡയറക്ടറൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്തതാണെങ്കിലും ഞങ്ങളുടെ സുഹൃത്താണ്. അപ്പോൾ ശ്രീ ഉമ്മറിന് ഞാൻ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ തന്നെ വേറൊരു ക്ലാസ് എടുത്തതാരാണ്? അതും അഗ്രികൾച്ചറിൽ ജയറാമിന് തന്നെ മറ്റൊരു സുഹൃത്ത് ശശിമേനൊക്കെ എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. ഉണ്ണിക്കുട്ടൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഞങ്ങളുടെയും സുഹൃത്തുക്കളാണ്. അപ്പോൾ ശശിമേനോനാണ് ഉമ്മർ തുടങ്ങി വെച്ച ക്ലാസ് കണ്ടിന്യൂ ചെയ്തത്. വളരെ വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ്സായിരുന്നു അത്. പല കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് എടുത്ത് നമ്മളിൽ കൃഷിയെക്കുറിച്ച് അറിവ് ഉയർത്തിയ ശശിമേനോന് ഞാൻ ഹാർദമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അടുത്തത് ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷസ്ഥാനം വഹിച്ചത് SN പുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി ഷാജിയാണ്. ശ്രീമതി മിനി ഷാജി വളരെ ഹാർദമായിട്ട് സസന്തോഷം ഈ പച്ചത്തുരുത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചു. അപ്പം അങ്ങനെ എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും ഈ പച്ചത്തുരുത്തിന്, ഞങ്ങളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ
സ്വച്ഛന്ത തീരത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും ആശംസിച്ച ആദരണീയായ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷാജിക്ക് ഞാൻ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഈ യോഗത്തിൽ മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വാഴൂർ കുടുംബാംഗം തന്നെയാണ്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ VR കണ്ണൻ ആണ്. അപ്പോൾ കണ്ണൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഉണ്ണിക്കുട്ടൻ്റെ കാർഷിക കൃഷിയോടുള്ള അഭിവാഞ്ചിയെക്കുറിച്ചും ഇവിടുത്തെ ഈ പച്ചത്തുരുത്ത് നല്ല നിലയിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വാഴൂർ കുടുംബാംഗം കൂടിയായ ശ്രീ VR കണ്ണന് അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ആശംസകൾ അർപ്പിക്കാനിവിടെ ഒട്ടനവധി പേര് ഉണ്ടായി. അതിൽ ആദ്യം ഈ മനോഹര തീരത്തിന് ആശംസ നേർന്നത് ശ്രീമതി രേഷ്മ വിപിൻ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം. ഈ സ്നേഹതീരത്തിന് ഒരുപാട് നന്മകൾ സൗഭാഗ്യങ്ങളും ആശംസിച്ച നമ്മുടെ പഞ്ചായത്ത് അംഗം, ഗ്രാമപഞ്ചായത്ത് അംഗം രേഷ്മ വിപിന് ഞാൻ സസന്തോഷം നന്ദി പറയുന്നു. ഇനി ആശംസകൾ അറിയിച്ച മറ്റൊരു വ്യക്തി KR അശോകൻ, ഞങ്ങൾ കുട്ടനെ വിളിക്കുക. ഞങ്ങളുടെ കുടുംബമായിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ് കുട്ടന്. വളരെയധികം സ്നേഹവും ആദരവും ഒക്കെ ഞങ്ങളോട് പ്രകടിപ്പിക്കുന്ന ആളാണ്. എന്നും സ്നേഹാദരങ്ങൾ ഒരുപാട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് കുട്ടൻ. അപ്പോൾ കുട്ടൻ പോയാ കുട്ടൻ്റെ അശോകൻ്റെ അഭാവത്തിലും അശോകനുള്ള നന്ദി സ്നേഹത്തോടെ ഞാൻ അർപ്പിക്കുന്നു. ഇനി അടുത്തത് അനുജ, കൃഷി ഓഫീസർ. അവർ വന്നില്ല. പിന്നെ ഇനി അടുത്തത് എനിക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ക്രിയേറ്റീവ് ഗ്രൂപ്പിൻ്റെ സാരഥി, ഞങ്ങളുടെ ക്യാപ്റ്റൻ. ക്രിയേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സർഗാത്മക ഗ്രൂപ്പാണ്. മറ്റു ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കവിതകൾ, അതുപോലെ തന്നെ പാട്ട്, പിന്നെ ക്വിസുകൾ, ജനറൽ ക്വിസ്, മ്യൂസിക് ക്വിസ്, അതുപോലെ തന്നെ സിനിമ ക്വിസ്, പിന്നെ ഗാനവീഥി. ഇവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഗാനവീഥിയുടെ കൺവീനർ അജിത്ത്. അപ്പോൾ അതുപോലെ തന്നെ ഭാഷാമൃതം, പിന്നെ എന്താ പറയുക, അന്താക്ഷരി, പാടാത്ത വീണ, അങ്ങനെ 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 ഒരു സർഗാത്മക ഗ്രൂപ്പ്. അസ്മാബിയിൽ പഠിച്ച എഴുതാനും അതുപോലെ തന്നെ പാടാനും കവിത ചൊല്ലാനും ഒക്കെ കുറച്ചൊക്കെ വാസനയുള്ള ആളുകളുടെ ഒരു സർഗ ഗ്രൂപ്പ്, ക്രിയേറ്റീവ് അസ്മാബിയൻ ഗ്രൂപ്പ്. അതിൽ മെമ്പറായതിൽ എനിക്ക് ഒട്ടേറെ അഭിമാനമുണ്ട്. എൻ്റെ കവിതാവാസന, കവിത എഴുതാനും അതുപോലെ തന്നെ അവലോകനങ്ങൾ എഴുതാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ എഴുതാനും ഫേസ്ബുക്കിൽ ഞാൻ ഒരുപാട് എഴുതാറുണ്ട്. ഈ എഴുത്ത് വാസന, അതായത് റിട്ടയർമെൻറ്റ് വരെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ഇതുപോലെയുള്ള ക്രിയാത്മകമായ എൻ്റെ കഴിവുകൾ ഒന്ന് പൊടി ഒക്കെ തട്ടി മിനുക്കി എടുക്കാനായിട്ട് എനിക്ക് ഏറെ പ്രചോദനമായത് ഈ ക്രിയേറ്റീവ് ഗ്രൂപ്പാണ്. അതിൽ ഈ നവാസ് ഭായ് ഞങ്ങളുടെ ഒരു കവനകൗമുദി ഗ്രൂപ്പുണ്ട്, അതിന് മെമ്പറാണ് ഞാൻ, കവിതകളുടെ ഗ്രൂപ്പ്. അപ്പം ഏത് പരിപാടി തുടങ്ങാനും വളരെ വളരെ മുൻകൈയിൽ നിൽക്കുന്ന ആളാണ് നവാസ് ഭായ്. അപ്പോൾ ഈ ക്രിയേറ്റീവ് ഗ്രൂപ്പിൻ്റെ സാരഥി നവാസ് ഭായ് നമ്മുടെ പച്ചത്തുരുത്തിന് നന്മകൾ ആശംസിച്ചു. അദ്ദേഹത്തിന് ഞാൻ ഒട്ടേറെ സ്നേഹാദരങ്ങളോടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ ആരെങ്കിലുണ്ട സംയോജിത, പിന്നെ ആരെങ്കിലുണ്ട? ഇനി അപ്പോൾ നമ്മുടെ വിശിഷ്ട വ്യക്തികളുടെയൊക്കെ നന്ദി പ്രകാശനം കഴിഞ്ഞു. ഇവിടെ ഞങ്ങളുടെ അയൽവാസികളുണ്ട്, വാഴൂർ കുടുംബാംഗങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ക്രിയേറ്റീവിൻ്റെ പ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ വേണ്ടപ്പെട്ട പലരും ഉണ്ട്. എല്ലാവരും ഉണ്ണിക്കുട്ടൻ്റെ ക്ഷണം സ്വീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ എത്തി. ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയ ഈ ശ്രോതാക്കൾ, ഏതൊരു പരിപാടിയുടെയും ഏറ്റവും വലിയ ഘടകം ശ്രോതാക്കളാണല്ലോ.
ഓഡിയൻസ് ഇല്ലെങ്കിൽ പരിപാടി നന്നാവില്ല. അപ്പോൾ ഇവിടെ വന്ന എല്ലാ ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങൾ, അയൽക്കാർ, പിന്നെ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും ഞാൻ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമ്മുടെ ഈ യോഗത്തിന് കൊഴുപ്പ് കൂട്ടിയത് ചില ഗാനങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് പാട്ടുപാടിയ മോൻ്റെ പേര് എനിക്കറിയില്ല. സിയോ. അപ്പോൾ ആദ്യമായി ഇവിടെ പാട്ടുപാടിയ ആ കുട്ടി, ആ മോൻ സിയോ, ആ കുട്ടന് ഞാൻ വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ലൈവ് ആയിട്ട് ബന്ധപ്പെട്ട അച്ഛനും മോനും അപ്പോ ഫേസ്ബുക്ക് ലൈവ് ചിത്രീകരിച്ച അങ്ങനെ ഞങ്ങളുടെ ഈ പച്ചത്തുരുത്തിന്റെ ഇതിന്റെ ഉദ്ഘാടന മഹാമഹം ഇനി എന്താ പറയാ ഫേസ്ബുക്കിലും കൂടി വരും. അപ്പൊ അതിന് ഞങ്ങൾ കാവ്യശിക ഗ്രൂപ്പും കൂടിയാണ്. ഉണ്ണിക്കുട്ടന്റെ കാവ്യശിക ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തും മികച്ച നാടക പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം വളരെ അറിയപ്പെടുന്ന ഒരു നാടകകൃത്ത് കൂടിയാണ്. അപ്പോൾ ബഹുമുഖ പ്രതിഭയായ ഈ ഫേസ്ബുക്കിൻ്റെ കോർഡിനേറ്റർ, അത് ചിത്രീകരിക്കാൻ വേണ്ടി എല്ലാം നിർവഹിച്ച അദ്ദേഹത്തിന് ഒട്ടേറെ ചാക്കോടി അന്തിക്കാട്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഈ ഫേസ്ബുക്ക് കാവ്യശിക എന്ന് പറയുന്ന ഒരു FB-യിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന് ഞാൻ വളരെ സന്തോഷത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇത് വേറെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം ലൈവ് എപ്പോഴാണ് കട്ടാവാന്ന് അറിയില്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇട്ടിട്ട് ഞാൻ ജയറാമഷ്കായിട്ട് ലിങ്ക് തരാം. എല്ലാ ടോക്കും എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കോർഡിനേറ്റർ കുഞ്ഞിക്കണ്ണ ചേട്ടനാണ്, ഞങ്ങളുടെ രമ്മയുടെ ഇടയിലൊന്നും ഇടപെട്ടോട്ടെ. ഇവിടെ നിന്ന് പറയാണ്, നമ്മളിവിടെ പാട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. നിങ്ങൾ നല്ല പാട്ടുകാരുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യും തോറും നമ്മുടെ ഈ ഏരിയയിലേക്ക് വരുന്ന ആളുകൾക്ക് കുട്ടികളുടെ പാട്ടടക്കം വൈകിട്ട് വെക്കുന്ന രീതി വരണം ഗസ്റ്റുകളുള്ള സമയത്ത്. സാധ്യതകളാണ്. കാരണം അത് ഇവിടെ റീൽസും അതുപോലെ ഡാൻസ് എഴുത്തുകാർ സുലതേഖ അസലായിട്ട് എഴുതും. കുറേ എഴുത്തുകാരുണ്ട്, അതുപോലെ പാട്ടുകാരുണ്ട്. ഡാൻസ് എത്ര ഒരു എന്താ പറയാ കപ്പിൾ ഡാൻസ്. ടീച്ചറെ, ഇൻസ്ട്രുമെന്റ് വായിക്കണ നമ്മുടെ പ്രാദേശികമായ ഇൻസ്ട്രുമെന്റുകളുണ്ട്. ഒരു പക്ഷേ ഈ ഫ്ലാറ്റുകളിൽ നിന്ന് വന്നുകൂടെ വരുന്നവർക്ക് ഇതൊന്നും ചാൻസ് ഇല്ലാത്ത അവസ്ഥകളാണ്. അതേ ക്രിയേറ്റീവിലെ പ്രമുഖ നർത്തകിയും പാട്ടുകാരിയാണ് സതീദേവി മേനോൻ. എല്ലാം ഓൾ ഇൻ ഓൾ, സർവകല വല്ലഭ സതി. അപ്പോൾ സതിയുടെ പാട്ട് വയ്ക്കാറുണ്ട്. ഒരു പച്ചത്തുരുത്തിനൊരു എന്താ പറയാ സംഗീതാത്മക. അപ്പോ അവർക്ക് ഇനി ആർക്കെങ്കിലും എന്ന് പറയാൻ. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ ചായ കൊടുക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനും സഹായിച്ച ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒട്ടേറെ തിരക്കുകളൊക്കെ നീക്കി വെച്ചിട്ട് ഇവിടെ പലരും വന്നിട്ടുണ്ട് അല്ലേ. നടേശനൊക്കെ ജോലിയുള്ള സമയല്ലേ. പിന്നെ ബേബി വിനോദ്, ഞങ്ങളുടെ വാഴൂർ കുടുംബാംഗം, നല്ലൊരു പാട്ട് പാടി ഈ എന്താ പറയുക ഉദ്ഘാടനത്തിൻ്റെ കൊഴുപ്പ് കൂട്ടി സംഗീതാത്മകാക്കി ഒരു. അപ്പോൾ ബേബി വിനോദിനും ഞാൻ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനി നന്ദി ആരോട് ചൊല്ലേണ്ടു? ഞാൻ ആരോടും ചൊല്ലേണ്ടതില്ല, എല്ലാം ചൊല്ലിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ വളരെ ഹാർദമായിട്ട് ഒട്ടേറെ ആദരവോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനും ചൊല്ലിയൊരു കവിത എനിക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഇനി എല്ലാ കാര്യത്തിലും ഈ പച്ചത്തുരുത്തിന് സഹായികളായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുടുംബാംഗങ്ങളോടുകൂടി നിങ്ങളിവിടെ വരണം. ഇവിടെ അകലെയുള്ളവരൊക്കെ സ്റ്റേ ചെയ്യണം. അങ്ങനെ ഓർമ്മകൾ അപ്പോൾ അതെ ഇവിടെ സിറാജ് KSF റിട്ടയേർഡ് ഒരു നല്ല ഗായകനാണ്. അതുപോലെ എഴുത്തുകാരി, പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്ത സുലതയുണ്ട് ഇവിടെ.
സുനിത നല്ലൊരു എഴുത്തുകാരിയാണ്, പ്രാസംഗികരുണ്ട്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ സർഗ ഗ്രൂപ്പാണ്. അപ്പോൾ സർഗാത്മകതയാണ് അവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ജയനൊക്കെ എപ്പോഴും ഞങ്ങൾ വാഴൂർ എലാശിന്റെ മോൻ സുനിയൊക്കെ തിരക്കുള്ള ആളുണ്ട്. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ വെക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള ഏത് ഫംഗ്ഷനും ഡോക്യുമെന്റ് ചെയ്യുകയും ലോകത്തെ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കൊല്ലങ്കോട് ഭാഗത്ത് അറിയപ്പെടാത്തൊരു സ്ഥലത്ത്, നെന്മാറ ഭാഗത്ത് അവിടെ ഒരു ചെറിയൊരു ചായക്കട പോലുള്ള സ്ഥലത്തെ ബ്ലോഗേഴ്സ് വന്നിട്ട് ആ സാധനം എടുത്തിട്ട് അങ്ങ് വെച്ച് പോത്തുണ്ടി ഡാം മുതൽ നെല്ലിയാമ്പതി പോകണോടത്തേക്ക് അത് വൈറലാക്കി വരും. ഇപ്പം ആ ഏരിയയിൽ നിൽക്കാൻ പറ്റില്ല. ആ പാടോ സിനിമാക്കാരുടെ ലൊക്കേഷനാക്കി മാറ്റിയത്. ഇവരൊക്കെ എത്ര നേരമായി സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നവരുണ്ട്, പോകാൻ തിടുക്കത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും ഈ മഹത്തായ ഉദ്ഘാടന കർമ്മം അവിസ്മരണീയമാക്കിയ ഓരോരുത്തർക്കും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.